നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. എല്ലാ വിവാദങ്ങളും എല്ലാം അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ലിയണൽ മെസ്സിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇതിഹാസ ലിയണൽ മെസ്സി, ഒരേ ഒരു ലിയണൽ മെസ്സി, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലിയണൽ മെസ്സി, അർജൻറ്റീനയുടെ ലിയണൽ മെസ്സി, ഇന്റർ മയാമിയുടെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ MLS-ലെ ഇന്റർ മയാമിക്ക് വേണ്ടി പരിശീലനത്തിന് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു. ലോകകപ്പ് കഴിഞ്ഞ് വെറും 10 ദിവസത്തിനകം അദ്ദേഹം തിരിച്ച് ക്ലബ് ഫുട്ബോളിലേക്ക് തിരിച്ചെത്തി. പരിശീലന ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായാണ് വിവരം. ഇനി മെസ്സി ആരാധകർക്ക് ലിയണൽ മെസ്സിയിലേക്ക് തിരിച്ചു വരാം. ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ, അനാവശ്യ വിവാദങ്ങൾ, സ്പെയിനോട് തോറ്റത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അർജന്റീനക്കാരാണ് ഇതിൽ കൂടുതലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ആ വിവാദങ്ങൾ, അതായത് ഫൈനൽ റീമാച്ച് നടത്തണം, പുതിയ മത്സരം നടത്തണം, ഫൈനൽ തെറ്റായ രീതിയിലാണ് റഫറിങ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കുകയായിരുന്നു അർജന്റീനക്കാർ. ഇനി അർജന്റീനൻ ആരാധകർക്ക്, മെസ്സി ആരാധകർക്ക് മെസ്സിയിലേക്ക് തിരിക്കാം. കാരണം അദ്ദേഹം ക്ലബ് ഫുട്ബോളിലേക്ക് സജീവമാകാൻ പോകുന്നു. ഇന്റർ മയാമിക്കൊപ്പം പരിശീലനം പുനരാരംഭിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി. സീസൺ തുടരുമ്പോൾ, അതായത് MLS-ൻ്റെ സീസൺ തുടരുകയാണ്. അപ്പോൾ ടീമിനൊപ്പം ചേരാൻ താരം മൈതാനത്തേക്ക് തിരികെ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അദ്ദേഹം വെറും 10 ദിവസം, അതാണ് മാതൃകയാകേണ്ടത്. അധികം വിശ്രമത്തിനോ അവധിക്കോ ഒന്നും അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ഫുട്ബോൾ, തൻ്റെ പ്രാണനായ ഫുട്ബോളിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു. മെസ്സി MLS-ൻ്റെ പരിശീലന ക്യാമ്പിൽ, പരിശീലന സെഷനിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം ഫുട്ബോളിലേക്ക് അത്യുജ്വലമായ തൻ്റെ കരിയർ, അത്യുജ്വലമായ തൻ്റെ ജീവിതം, അത് അദ്ദേഹത്തിന് എന്നും ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്, ഫുട്ബോളിനെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ഫുട്ബോളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നത് തീർച്ചയായും സന്തോഷകരമാണ്. മെസ്സി ആരാധകർക്ക്, അർജന്റീന ആരാധകർക്ക് ഇതിൽ കൂടുതൽ ആശ്വാസത്തിനും സന്തോഷത്തിനും പകം നൽകുന്ന മറ്റൊരു വാർത്തയുമില്ല. എന്തായാലും അദ്ദേഹം ഇന്റർ മയാമിയുടെ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തു തുടങ്ങിയിരിക്കുന്നു.